ഇതിനകത്തൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? ഇവർ ഉന്നയിക്കപ്പെടുന്ന വിഷയം, അതായത് ഇത്രയേറെ കേട്ടാൽ തന്നെ 230 രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ചർച്ചയുടെ പോലും ആവശ്യമില്ല. ഉന്നയിച്ചാൽ തന്നെ അത് ആലോചിക്കുകയും സ്വയം തന്നെ ഒരു ബോധ്യപ്പെടുകയും ചെയ്യും. സർക്കാർ തലത്തിൽ തന്നെ ആലോചിച്ച് ബോധ്യപ്പെടുത്തി എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ 230 രൂപ ഒരു നമുക്ക് 1 കിലോ ചാള മേടിക്കണമെന്നുണ്ടെങ്കിൽ 300-350 രൂപയാണ്. അപ്പോൾ ഒരു വീട്ടിൽ 230 രൂപയ്ക്ക് എങ്ങനെ ഒരു കുടുംബം കഴിയും? അവർ 700 നിങ്ങൾ കൊടുക്കണ്ട, പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് 500 കൊടുത്തിട്ട് അവരെടുത്ത് സംസാരിക്കുക എന്നുള്ളതല്ലോ. അത് കഴിഞ്ഞ 56 ദിവസം കൊണ്ട് കേരളത്തിലെ നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ ആശാ വർക്കർമാരൊക്കെ കൂടി സമരം ചെയ്യാണ്. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും സമരം ചെയ്യുന്നത്. എന്നാൽ അവരുടെ ആവശ്യം ഇതുവരെ ഒന്ന് പരിഗണിക്കാൻ പോലും നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അഖിൽ മാരാർ പറഞ്ഞ ആ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതായത് ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇത് പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. ഓരോ ദിവസം കൂടുന്തോറും ഓരോ വസ്തുക്കളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വരുമാനമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഈ ആശാ വർക്കർമാർക്കൊക്കെ തന്നെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അവർക്കൊക്കെ തന്നെ ചെലവുണ്ട്. അല്ലാതെ അവരൊന്നും ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ജീവിക്കുന്ന ഏലിയൻസോ റോബോട്ടുകളോ ഒന്നും അല്ലല്ലോ. അവർ ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അവർ വീടുകൾ തോറും കയറി ഇറങ്ങി അവിടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അവരുടെ പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ പൈസയുണ്ട്. വികസനമാണ്, ഡെവലപ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നതിലെല്ലാം കൊണ്ട് പൈസ നിക്ഷേപിക്കാറുണ്ട്. കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാം പൈസ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു വികസനവും കാണുന്നില്ല. കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്ത് 2ാമത്തെ ദിവസം പാഴായിട്ട് കിടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെലവാക്കാൻ വേണ്ടിയിട്ട് പൈസയുണ്ട്. ന്യായമായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയില്ല. ഇപ്പൊ അഖിൽ മാരാർ പറയുന്നത് പോലെ അവർക്കൊരു 500 രൂപയാക്കി കൂട്ടി കൊടുക്കാമല്ലോ. അവര് പറയുന്ന അത്രയൊന്നും കൂട്ടി കൊടുത്തില്ലെങ്കിലും ഒരു 10, 200, 300 രൂപ അവർക്ക് കൂട്ടി കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? അവരെത്ര ദിവസം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ജനങ്ങളുടെ ആവശ്യം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല, പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഈ ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകര് വേറൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹാൻഡ് ബാഗിന്റെ വില ഏതാണ്ട് 10,000-50,000 രൂപയുടെ ഹാൻഡ് ബാഗാണ്. ഒരു ചെറിയ ഹാൻഡ് ബാഗാണ് അവരുടെ കയ്യിലിരുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. പൈസയുടെ മുകളിൽ ഇങ്ങനെ ജീവിച്ചു പോരുന്നവരാണ് നമ്മുടെ മന്ത്രിമാര്. അങ്ങനെ പൈസ ഉള്ളവർക്ക് ന്യായമായിട്ട് ഒരു 500 രൂപയെങ്കിലും കൂട്ടിത്തരണം എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് മനസ്സിലാവില്ല. പൈസയ്ക്ക് മുകളിൽ ജീവിച്ചു പോകുന്നവർക്ക് ഈ പാവങ്ങളുടെ ആവശ്യം എത്രത്തോളം ജെന്യുവിനാണ് എന്നുള്ളത് മനസ്സിലാവത്തില്ല. അല്ലാത്തവർക്ക് അതൊക്കെ വെറും ജെന്യുവിനിറ്റി ഇല്ലാത്ത ആവശ്യങ്ങളായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് സമരം ചെയ്യുകയാണ്. അവിടേക്കൊന്ന് പോകാനോ അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ തയ്യാറാകുന്നില്ല. അവരുടെ ആവശ്യങ്ങളൊന്ന് കേൾക്കുക. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു 300 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുക. അതുപോലും ചെയ്യുന്നില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല, അഖിൽ മാരാർ വേറൊരു കാര്യവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ആശകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേ സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയാണ്. സ്ത്രീപക്ഷവാദികളെ ഞാൻ കാണുന്നില്ല. ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചാടി ഇറങ്ങുന്ന വലിയ സെലിബ്രിറ്റീസ് വനിതകളെ ഞാൻ കാണുന്നില്ല. പല സ്ത്രീ പുരോഗമനവാദികളെ കാണുന്നില്ല. എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ചാനൽ ചർച്ച വന്നിരുന്ന് സംസാരിക്കുന്ന പല ഇവരെയൊന്നും കാണുന്നില്ല. ഇതൊക്കെയാണ് ഈ കേരളത്തിൻ്റെ യഥാർത്ഥ അമ്മമാരും യഥാർത്ഥ സഹോദരിമാരും പെങ്ങന്മാരും ഒക്കെ. നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് സംസാരിച്ചത് സത്യത്തിൽ ആദ്യം ഈ വിഷയം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടു. അപ്പം നമ്മളൊന്നും അതായത് ആരും പ്രതികരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ തന്നെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ശബ്ദമുയർത്തുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രസംഗിച്ച് നടക്കുന്ന പ്രഹസനം കാണിക്കുന്ന കുറേ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ തന്നെ വെറും ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് എന്ന് തെളിയിക്കാൻ ഇതിനെക്കാട്ട് വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട.
സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ആക്ടിവിസ്റ്റുകളെ ഒന്നും തന്നെ വെളിയിലോട്ട് കാണുന്നില്ല. ആരെങ്കിലും അവർക്ക് ഒന്ന് സഹായമായിട്ട് അവിടേക്ക് പോയോ, അവർക്ക് വേണ്ടിയിട്ട് 4 വാക്ക് സംസാരിച്ചോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഫെമിനിസ്റ്റ് എന്നുള്ള ലേബലിൽ നടക്കുന്ന ഒരെണ്ണവും ഫെമിനിസ്റ്റുകളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ആ ലേബൽ എടുത്ത് അണിഞ്ഞേക്കാണ്. കുറേ ആക്ടിവിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വലിയ ഭൂതക്കണ്ണാടിയും വെച്ച് വലിയ പൊട്ടും തൊട്ടും നടക്കുന്ന കുറേ സ്ത്രീപക്ഷവാദികൾ വെറുതെയാണ്. അവരൊക്കെ വെറുതെ പ്രഹസനം മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫെമിനിസ്റ്റുകളെ തരം താഴ്ത്തി പറഞ്ഞൊന്നുമല്ല കേട്ടോ. ലിറ്ററലി ഞാനും ഒരു ഫെമിനിസ്റ്റാണ്. പക്ഷേ ഈ ഫേക്ക് ഫെമിനിസം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതുങ്ങളോടൊക്കെ എനിക്ക് വെറും പുച്ഛമാണ്. കാരണം അവളുമാരൊക്കെ വെറുതെ പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രഹസനം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ സാന്നിധ്യം വേണ്ട സ്ഥലങ്ങളിലൊന്നും തന്നെ ഇവർ ചെല്ലാറുമില്ല, ഇടപെടാറുമില്ല. വെറുതെ റൂമിനകത്തിരുന്ന് AC റൂമിനകത്തിരുന്നിട്ട് ഇങ്ങനെ 4 വാക്ക് സംസാരിക്കാൻ മാത്രമേ അവരെയും കൊണ്ട് സാധിക്കത്തുള്ളൂ. വലിയ ആക്ടിവിസ്റ്റുകളാണ്. ആരും തന്നെ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇടപെടത്തില്ല. ഇപ്പം മനസ്സിലായില്ലേ? പിന്നെ എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് 1-2 പേര് വരും, പ്രസംഗിക്കും, തിരിച്ചു പോകും. അത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാത്തത്? അവർ പാവങ്ങളായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും അല്ലേ? അവരൊക്കെയാണ് ഈ നാടിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യം അനാവശ്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വിഷയമില്ല. ഇത് ആവശ്യമാണ് അവരുടെ. അവർക്കും ജീവിതമുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് ചെലവിന് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. വല്ലാത്ത കഷ്ടമാണ്.